ബംഗാളിൽ കോൺഗ്രസും CPI കൂടെ ഐക്യമുന്നണിയായിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. 300 സീറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല, കോൺഗ്രസിൽ 2. ഇപ്പോഴും ഐക്യമുന്നണിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികളല്ലേ, കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ട് SFI പ്രവർത്തിച്ച് എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുക ചെയ്ത അനിയനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഭരണം ഉണ്ടായി, കൂടെ ഉണ്ടായിരുന്നു. അവസാനം കേസ് നടത്തി, കേസ് തോറ്റു. കാരണം ജഡ്ജി പറഞ്ഞു പോലീസാണ് ഒന്നാം പ്രതി, ഈ കേസ് നശിപ്പിച്ചോളാം. ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ആരും സഹായിക്കാനില്ല, പൈസ കിട്ടെ. അപ്പീലൊന്നും പോയില്ല. ഗവൺമെന്റ് ഇടതുപക്ഷം ഭരിക്കുന്ന കാല ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണൻ, അപ്പീലൊന്നും പോയില്ല. പക്ഷേ കേസ് എത്ര മോശം വാദിക്കാൻ BSNോട് പറഞ്ഞിട്ട് MM ചെറിയാനെ പോയി കണ്ടത്. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഹൈക്കോടതി അശോകൻ. അദ്ദേഹം അവിടെ നിന്ന് ഹൈക്കോടതിയോട് പെറ്റീഷൻ കൊടുത്ത് SNDPയുടെ താലൂക്ക് പ്രസിഡന്റും വക്കീലുമായി കൃഷ്ണൻ സാറിന് നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വാദിച്ചു. പൈസ ഒന്നും വാങ്ങിയില്ല. പക്ഷെ കേസ് നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഭുവനേശ്വറിന്റെ ചരിത്രം. ആർക്കറിയാം? ഭുവനേശ്വറിന്റെ പേര് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് പൈസ പിരിച്ചിട്ട്. കായംകുളം കോപ്പറേറ്റീവ് ബാങ്കിലാണ് പണം വിട്ടിരുന്നത്. ഇക്കണോമിക്സിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ മാർക്ക് BAക്ക് കിട്ടുന്നവരാണ്. അത് കൊടുത്തോണ്ട് SFIക്കാരത് മറന്നുപോയി, കൊടുക്കുന്നുമില്ല. പൈസ കിടപ്പുണ്ട്, അവർ മറന്നുപോയി, അവർക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ SFIക്കാർക്ക് ഒരു SFI നേതാവ് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. 12 പട്ടി ചത്താൽ രക്തസാക്ഷിയാകുമ്പോൾ കൂട്ടുകാരുമായിട്ടിരുന്ന് പാടിയിട്ടുണ്ട്. പാടുന്ന നല്ല കണ്ടീഷനിലല്ല. 12 പട്ടി ചത്താൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഭുവനേശ്വറിന്റെ പേര് സംശയം. അത് നിർത്തുന്നതാരോ, അതൊക്കെ നിർത്തുന്നതാണത്. ഭുവനേശ്വറിനെ രക്തസാക്ഷി ഞങ്ങൾ അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പാരമ്പര്യമാണ്. എൻ്റെ പിന്നാലെയാണ് അവൻ വന്നത്. കത്തയക്കുമായിരുന്നു, മാനിഫെസ്റ്റോ അയച്ചു, മറ്റേത് അയച്ചിട്ടുള്ളത്. ഈ കത്തയക്കുമായിരുന്നു കാർഡ്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി. പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഹത്യ ചെയ്യില്ല. എന്നെ വ്യക്തിഹത്യ ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊള്ളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പറയാൻ പോയിന്റ് പറയണ്ടേ. പിന്നെ ഇവിടുത്താണ്. അറിയില്ല, അതൊന്നും അറിയില്ല. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും ഒരാളുടെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എന്നെ ഒന്നും ഉദിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ വന്ന് എനിക്ക് കത്തൊന്നും തന്നില്ലല്ലോ. ഞങ്ങളുടെ എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്, അത്രയല്ലേ പറയാൻ പറ്റും. അല്ല, അതിപ്പോ പറയാനൊക്കില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. എനിക്കറിയില്ല, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പോയിട്ടുമില്ല. പറഞ്ഞ ഒരെങ്കിലും എന്നെ ഞാൻ വെച്ചിട്ടില്ല ആരുമായിട്ടും. അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്കെതിരെ കൂടിയാണല്ലോ മത്സരം. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, വോട്ട് പിടിച്ച് ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പതിരിക്കുന്നുണ്ട് അങ്ങയുടെ പഴയ ഒരു വീഡിയോ സംഭാഷണം. അതായത് ഒരാൾക്ക് BSന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനെന്താ
അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള